പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ വ്യാഴാഴ്ച ദിനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകുന്ന വചനം അത് 51 സങ്കീർത്തനം, അനുതാപ സങ്കീർത്തനമാണല്ലോ. 51 സങ്കീർത്തനത്തിലെ 17-ാമത്തെ തിരുവചനമാണ്. അവിടെ വചനം വെളിപ്പെടുന്നത് ഇങ്ങനെയാണ്: ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിലെ പ്രിയ സഹോദരങ്ങളെ, അതായത് മനസ്സങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് ഉരുക എന്ന് പറയില്ല. അതായത് നമ്മുടെ യാന്ത്രിക പ്രാർത്ഥനയ്ക്ക് ചില സമയത്ത് അല്ലേ മുന്നോട്ട് പോകാൻ ഒരു രക്ഷയില്ല, എല്ലായിടത്തും ബ്ലോക്കായിട്ട് നിൽക്കുകയാണ്, ബാരിക്കേഡുകളാണ്. അങ്ങനെ സമയത്ത് ഒരു മനസ്സിൻ്റെ ഒരു വേദനയും അതിന് പറയുന്ന പേരാണല്ലേ ഉരുകിയ മനസ്സ്. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ഉരുകിയ ഒരു അവസ്ഥയിൽ ഒരു ദൈവ പൈതൽ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ നുറുങ്ങിയ ഹൃദയത്തെ കർത്താവ് കാണാതിരിക്കുകയില്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ നിരാശപ്പെടുകയല്ല വേണ്ടത്. എൻ്റെ ജീവിതം തകർന്നു പോയി എന്ന് കരുതുകയല്ല വേണ്ടത്. എൻ്റെ ദൈവത്തിന് അസാധ്യമായ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാനായിട്ട് പറ്റുമെന്ന ഒരു ഉന്നതമായ ബോധ്യത്തിന് വേണ്ടി ഒരു ദൈവ പൈതൽ ആഗ്രഹിക്കണം. പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ബ്ലെസ്സിങ് നമ്മൾ സ്വീകരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ പ്രതികൂല സാഹചര്യങ്ങളിലും ഞങ്ങൾക്ക് അതിനെ അതിജീവിക്കാൻ തക്കതായ ഒരു പരിശുദ്ധാത്മാ കൃപ, ആ ഒരു കൃപ സ്വീകരിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ വെള്ളിയാഴ്ച ദിനമാണ്. അപ്പോൾ നമ്മുടെ ഈസ്റ്ററൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നോമ്പ്, ഉപവാസം ഇതൊന്നും നമ്മൾ നിർത്തിയേക്കരുത്. ആത്മീയതയ്ക്ക് നമ്മൾ അവധി കൊടുത്താൽ നമ്മൾ വലിയ കെണിയിൽ വീഴും എന്ന കാര്യം നമ്മൾ മറന്നു പോയേക്കരുത് എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.